നമുക്ക് ആരംഭിക്കാം. ഒരു വിപുലമായൊരു വിഷയമാണ് അംബേദ്കർ യുക്തിചിന്ത ഹിന്ദുത്വ. ഡോക്ടർ ശ്യാംകുമാറുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. കാരണം ഒരിക്കൽ സംസ്കൃതം പഠിക്കാനൊരു അവസരം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എന്തിനാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ കൾച്ചറൽ വിമർശനത്തിന് ഇത്രയും സ്ഫോടനാത്മകമായ ഒരു ശേഷിയുണ്ടെന്ന് നമ്മൾ അടുത്ത കാലത്തായി അല്ലെ കുറേ നാളുകളായി ഡോക്ടർ ശ്യാംകുമാറിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു പരിവർത്തനമായത് ചില യുക്തിവാദ ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോഴാണെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ അത്തരം ഇന്നത്തെ സാംസ്കാരിക വിമർശനം നടത്താൻ നമുക്ക് മറ്റ് ആളുകളില്ല, സോഴ്സ് ഇല്ല എന്നുള്ള ആ പരിമിതി നിലനിൽക്കുമ്പോൾ അത് വളരെ വിദഗ്ധമായി നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ ഏറ്റവും ആവശ്യമായൊരു ചിന്ത എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അംബേദ്കർ യുക്തിചിന്ത ഹിന്ദുത്വ. ഇപ്പോൾ നമ്മുടെ സമകാലിക സാഹചര്യത്തിൽ അംബേദ്കർ ഏറ്റവും നമ്മുടെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് ഒരു അനുഗ്രഹീത പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരവ് ഒരു കാലം വരെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു കൾട്ടിന്റെ ഭാഗമായിട്ടാണ്, കീഴാള സംസ്കാരത്തിന്റെ ഭാഗമായ ഒരു വ്യക്തിയാണ് നമ്മുടെ അംബേദ്കറെ ഏറെ നാൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെയിൻസ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സമൂഹം അനുവദിച്ചിരുന്നില്ല. പക്ഷെ ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ അംബേദ്കർ മുൻപന്തിയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ആശയത്തെ എത്രമാത്രം ഇന്ന് ഏറ്റെടുക്കുന്നവർ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഇന്ത്യയുടെ നാളത്തെ ഭാവി. അപ്പൊ ഇപ്പോൾ ഏറ്റെടുത്തവർ ഈ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഏറ്റെടുത്തതാണോ, അതോ അംബേദ്കർ സൃഷ്ടിച്ച ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ശില്പിയെ തിരസ്കരിക്കുന്നത് കൊണ്ട് ഏറ്റെടുത്തതാണോ, അതോ വോട്ട് ബാങ്കിന് വേണ്ടി ഏറ്റെടുത്തതാണോ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡോക്ടർ ശ്യാമിനോട് ചോദിക്കാം. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയനായ മുഴുവൻ പൗരജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ എന്നോടൊപ്പമുള്ള ബി ഹരീഷിനോടും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നതിനുള്ള എൻ്റെ കൃതജ്ഞത അദ്ദേഹത്തോട് ആദരപൂർവ്വം രേഖപ്പെടുത്തട്ടെ. അംബേദ്കറെ സ്വാംശീകരിക്കുന്ന ഒരു പദ്ധതി, അതിന് തുടക്കമിടാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം അംബേദ്കർ ജനമനസ്സുകളിൽ ജീവിക്കുന്നു എന്നുള്ളതും ഇന്ത്യയിലെ മർദ്ദിത കോടികളുടെ ആശ്രയവും അഭയവും നീതിയുടെ വെളിച്ചവുമായി ഡോക്ടർ ബി ആർ അംബേദ്കർ മാറിത്തീർന്നിരിക്കുന്നു എന്നതിനാലാണ് വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾക്ക് അദ്ദേഹം ഇന്നൊരു വലിയ ബിംബമായി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ആശയമായി ഒക്കെ തന്നെ തോന്നുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോഴത്തെ ഒരു സവിശേഷ കാലഘട്ടത്തിൽ അമിത്ഷാ പാർലമെൻറ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചൊരു സന്ദർഭമുണ്ട്. അംബേദ്കർ എന്ന് ജപിക്കുന്നതിന് പകരം ഏതെങ്കിലും ദൈവങ്ങളുടെ നാമം ജപിച്ചിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ പോകാമായിരുന്നു എന്നാണ് അമിത്ഷാ പാർലമെൻറ്റിൽ സൂചിപ്പിച്ചത്. ആ സൂചിപ്പിക്കുന്നത് അബദ്ധവശാൽ വന്ന നാക്കുപിഴയൊന്നുമല്ല, അത് വളരെ ബോധപൂർവം സംഭവിക്കുന്ന ഒന്നാണ്. അങ്ങനെ പറയാൻ സവിശേഷമായ കാരണങ്ങൾ അംബേദ്കറുടെ ചിന്തയിൽ തന്നെ കിടപ്പുണ്ട്. ഹിന്ദുത്വവാദികൾ രാമന് വേണ്ടി, രാമക്ഷേത്രത്തിന് വേണ്ടി വാദിക്കുന്നു. പക്ഷേ അംബേദ്കർ പറഞ്ഞത് സീതയെ ഉപേക്ഷിക്കാൻ വേണ്ടി അതിനീച പദ്ധതി ആവിഷ്കരിച്ച ഏകാധിപതിയായ ഒരു ഭീരുവായിരുന്നു രാമൻ എന്നാണ് റിഡിൽസ് ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്ന സുദീർഘമായ പ്രബന്ധത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയത്. ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് അംബേദ്കർ എന്ന് പറയുന്ന ഒരു ബിംബം മാത്രം മതി. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയോ ആശയപ്രത്യയശാസ്ത്രങ്ങളോ അവർക്ക് ആവശ്യമില്ല. ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു സവിശേഷത, അതിൻ്റെ സത്ത് മുഴുവൻ ഊറ്റിക്കളഞ്ഞ് അതിൻ്റെ ചണ്ടി മാത്രം എടുക്കുന്ന ഒരു സവിശേഷ പ്രക്രിയയുണ്ട് ബ്രാഹ്മണ്യത്തിന്. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. ഈ തലമുണ്ടനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ആചാരം ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമായിരുന്നു. അത് ബ്രാഹ്മണ്യം സ്വാംശീകരിച്ചാണ് ഈ തിരുപ്പതി പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പിൽക്കാലത്ത് തലമുണ്ടനം ചെയ്യുക എന്ന് പറയുന്ന ആശയം വന്നു. അപ്പോൾ ബുദ്ധിസത്തിൻ്റെ അഹിംസയും മൈത്രിയും കരുണയും എല്ലാം സമ്പൂർണ്ണമായി ചോർത്തിക്കളയുകയും
തലമുണ്ടനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആചാരം മാത്രമായി ബ്രാഹ്മണ്യം സ്വാംശീകരിക്കുകയും ചെയ്തു. ഇതുപോലെയാണ് അംബേദ്കറെ കേവലം ഒരു ബിംബമായിട്ടാണ് ഹിന്ദുത്വവാദികൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയലോകത്തെ ഒരു തരത്തിലും ഹിന്ദുത്വവാദികൾ പരിഗണിക്കുന്നില്ല. അങ്ങനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ 1940കളിൽ സിദ്ധാർത്ഥ് കോളേജിൽ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ജനാധിപത്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച ന്യൂനപക്ഷങ്ങൾക്ക് സവിശേഷ രാഷ്ട്രീയ അധികാരം കൊടുക്കണം. ഭൂരിപക്ഷത്തിന് എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ അമിതാധികാര പ്രവണത പാടില്ല, അത് ഉണ്ടായിരിക്കാനും പാടില്ല. ജനാധിപത്യം എന്നത് ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിന് മുകളിൽ കാണിക്കാവുന്ന ഹിംസാപ്രയോഗമല്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ 40കളിൽ തന്നെ വളരെ ശക്തമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അംബേദ്കറുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയമായിരുന്നു. റെപ്രസെൻറ്റേഷൻ ഫോർ ഓൾ ക്ലാസസ്, എല്ലാ സമുദായങ്ങളിൽപ്പെട്ടവർക്കും പ്രാതിനിധ്യമുള്ളൊരു ഭരണകൂടം, പ്രാതിനിധ്യമുള്ളൊരു സർക്കാർ വ്യവസ്ഥ ഉണ്ടായി വരണം. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, സർക്കാർ എന്ന് പറയുന്നത് കേവലമായൊരു അധികാര വ്യവസ്ഥയല്ല, മറിച്ച് അത് ജനാധിപത്യത്തിൻ്റെ പരിവർത്തനാത്മകമായൊരു നടപ്പ് രൂപമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിവരിക്കുന്നുണ്ട്. സർക്കാർ എന്നത് ചർച്ചയിലൂടെയും സംവാദത്തിലൂടെയും വികസിക്കേണ്ട ജനാധിപത്യ ബോധമാണ് എന്ന് സർക്കാർ എന്ന സങ്കല്പത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. അപ്പോൾ പ്രാതിനിധ്യം എന്ന് പറയുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയങ്ങൾ ഈ രാഷ്ട്രീയ കക്ഷികൾ പിൻപറ്റുന്നേയില്ല. അത് ഇടത്ത് കക്ഷികളാണെങ്കിലും കൊള്ളാം, വലത്ത് കക്ഷികളാണെങ്കിലും കൊള്ളാം, അംബേദ്കർ രാഷ്ട്രീയത്തെ ഒരർത്ഥത്തിലും പിൻപറ്റുന്നില്ല. 2 ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. ഇവർ ഒരേ സമയം അംബേദ്കറിനെ പറ്റി പറയും, അതേ നാവ് കൊണ്ട് തന്നെ രാമനെ പറ്റി പറയും. അംബേദ്കറെ പറ്റി പറയുന്ന അതേ ആളുകൾ തന്നെ, അതേ മാർക്സിസ്റ്റ് വിപ്ലവകാരികൾ തന്നെ രാമൻ ജഗദാനന്ദകാരകനാണെന്ന് പറയും. അംബേദ്കറെ പറ്റി തലേ മാസം പ്രഭാഷണം കാണും. അംബേദ്കറെ പറ്റി പ്രഭാഷണം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം രാമൻ ജഗദാനന്ദകാരകനാണെന്ന് പറയും. മന്നത്ത് പത്മനാഭൻ വലിയ വിപ്ലവകാരിയാണെന്ന് പറയും. അപ്പോൾ ഇത് തമ്മിൽ യോജിക്കുന്ന ഒന്നല്ല. അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രവും രാമൻ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രവും എങ്ങനെയാണ് ഒന്നായിരിക്കുന്നത്? നിങ്ങൾക്ക് അംബേദ്കറേയും രാമനെയും കൂടെ ചേർത്ത് വെക്കാൻ കഴിയില്ല. അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അദ്വൈതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജനാധിപത്യത്തെ വാർത്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യത്തെ ദുർബലമാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് എന്ന് അദ്വൈതത്തെ പറ്റി പറഞ്ഞു, അംബേദ്കർ പറഞ്ഞു. പക്ഷേ കേരളത്തിലെ പുരോഗമന വിപ്ലവകാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അദ്വൈതം വിപ്ലവം, രാമൻ വിപ്ലവം, അംബേദ്കർ വിപ്ലവം. അപ്പോൾ ഇങ്ങനെ ഒരേ രീതിയിൽ ഇതിനെ സമീകരിക്കുന്ന ഒരു രീതിശാസ്ത്രം കേരളത്തിലെ പുരോഗമന വിപ്ലവകാരികളിൽ വളരെ സാധാരണമായിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കണ്ട ഒരു FB പോസ്റ്റിനെ കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാൻ ഉപസംഹരിക്കാം. അത് കേരളത്തിലെ വലിയൊരു പുരോഗമന കവിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വലിയ മാർക്സിസ്റ്റ് കവി. അദ്ദേഹത്തിനൊരു കൊച്ചുമകനുണ്ടായി. ആ കൊച്ചുമകൻ്റെ വംശാവലി വിവരിക്കുന്ന ഒരു FB പോസ്റ്റ് അദ്ദേഹം പുറത്തുവിട്ടു. എന്താണ്? അധിയനമല്ലത്തെ, തെക്കേ ഇല്ലത്തെ, വടക്കേ ഇല്ലത്തെ, പടിഞ്ഞാറേ ഇല്ലത്തെ നാരായണൻ നമ്പൂതിരിയുടെ കൊച്ചുമകൻ എന്ന് പറയുന്ന രീതി തനി ജാതി മേൽക്കോയ്മയും ജാതി മഹിമയും പറയുന്ന രീതിയിലുള്ള ഒരു വംശാവലി പുരാണം ഇവർ രചിക്കുക. വലിയ പുരോഗമനകാരികളാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും നിങ്ങൾ കൊണ്ടുനടക്കുന്ന രാമൻ്റെ രാഷ്ട്രീയവും വിരുദ്ധ കോടിയിൽ നിൽക്കുന്ന ഒന്നാണ്. ഇതിനെ സമീകരിക്കുവാനോ കൊണ്ടു നടക്കുവാനോ സാധ്യമാകുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അംബേദ്കറെ കേവലമായി സ്വാംശീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കുകയില്ല. അതിനുവേണ്ടി അംബേദ്കറെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അടിയന്തരമായി വേണ്ടത് സാമുദായിക സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. എല്ലാ ജനങ്ങൾക്കും, എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും പ്രാതിനിധ്യമുള്ള ഒരു സർക്കാർ വ്യവസ്ഥ, ഭരണകൂട അധികാര വ്യവസ്ഥ ഉണ്ടാകണമെങ്കിൽ ആരൊക്കെയാണ് ഹിംസാത്മകമായി പുറന്തള്ളപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ കണക്ക് പുറത്തു വരണം. ആ കണക്ക് എങ്ങനെ പുറത്തു വരും? അതിന് സാമുദായിക സെൻസസ് നടപ്പിലാക്കണം. ഇപ്പോൾ കോൺഗ്രസ്സിന്
അംബേദ്കറോട് വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അവർ ഈ സർക്കാർ തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കിയിരുന്നു. പക്ഷേ അവർ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സെൻസസ് നടത്തിയത്. അതിൻ്റെ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടില്ല. ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന അംബേദ്കർ രാഷ്ട്രീയത്തെ ജനങ്ങൾ സ്വാഭാവികമായി സംശയിക്കും. അപ്പോൾ അംബേദ്കറിൻ്റെ പ്രത്യയശാസ്ത്രത്തോട്, ആശയാവലികളോട് നമുക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വേണ്ടതെന്താണ്? അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രാതിനിധ്യ രാഷ്ട്രീയത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അല്ലാതെ അംബേദ്കർ പ്രേമം ഒരു വശത്ത് പറയുകയും മറുവശത്ത് ബ്രാഹ്മണിസത്തെയും അദ്വൈതത്തെയും ഒക്കെ തന്നെ പുൽകുകയും ചെയ്യുന്നത് അംബേദ്കറെ ഉൾക്കൊള്ളലല്ല, അംബേദ്കറെ പുറന്തള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. സ്വാതന്ത്ര്യ സമര ധാരകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും ഒരു 3 ധാരയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഒരു ഗാന്ധിയൻ ധാര, മറ്റൊന്ന് ഒരു മാർക്സിയൻ ധാര, പിന്നെ ഈ അംബേദ്കറിയൻ ധാര. അതിൽ ഗാന്ധിജി നമ്മൾ പറയാറുള്ള പോലെ അഹിംസാവാദിയും കാരുണ്യവാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമുള്ള ആളുമൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അദ്ദേഹം കണ്ടത്, ഈ സമത്വത്തെ കണ്ടത്, ഇന്ത്യൻ ജാതി വ്യവസ്ഥയിലേക്ക് ഈ സമത്വം ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചാൽ എല്ലാം ശരിയാവും എന്നുള്ളതായിരുന്നു. അപ്പോൾ ജാതി വ്യവസ്ഥയുടെ ഒരു ഭീകരത അദ്ദേഹം കണ്ടില്ല. അതിലേക്ക് സമത്വം ഇഞ്ചക്റ്റ് ചെയ്ത് വയ്ക്കാമെന്നായിരുന്നു അദ്ദേഹം കണ്ടത്. അത് ഫലപ്രദമായില്ല, വിജയിച്ചില്ല. മറ്റൊരു ധാരയായിരുന്നു മാർക്സിയൻ ധാര. അത് വൈരുദ്ധ്യാധിഷ്ഠ ഭൗതികവാദത്തിൻ്റെ ചരിത്രപരമായ ഭൗതികവാദത്തിനിടയിൽ ഞെരിഞ്ഞമരുന്നതാണ് ഈ ജനാധിപത്യവും സമത്വവും സ്വാതന്ത്ര്യവും എല്ലാം. അതിന് ഒരു സ്വതന്ത്രമായ നിലനിൽപ്പ് സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനും ജനാധിപത്യത്തിനൊന്നും ഈ വൈരുദ്ധ്യാധിഷ്ഠ ഭൗതികവാദത്തിൻ്റെ ചരിത്രപരമായ ഭൗതികവാദത്തിനിടയിൽ നിലനിൽപ്പില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതിനൊരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1860 തൊട്ട് 1920 വരെ ലോകത്തുണ്ടായ ഒരു വലിയ മാറ്റങ്ങളിൽ സ്വീഡൻ, ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് എന്നീ രാജ്യങ്ങൾ ഫ്രീ തിങ്കേഴ്സുകൾ ഒരേപോലെ ഉണ്ടായത്. ഉദാഹരണത്തിന് സ്വീഡനിൽ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന ബ്രാൻഡിങ് എന്ന് പറയുന്ന ആൾ 40 വർഷത്തോളം സെക്കുലറൈസേഷന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. ആ 40 വർഷം കൊണ്ടാണ് സ്വീഡൻ സെക്കുലറൈസ് ചെയ്യപ്പെട്ടത്. അതുപോലെ ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും. പക്ഷേ ഈ പോളണ്ടിലുണ്ടായ സ്വതന്ത്ര ചിന്തയുടെ മുന്നേറ്റം പെട്ടെന്ന് അതിതീവ്ര മാർക്സിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്യുകയും പോളണ്ടിന് മുന്നോട്ട് പോകാൻ പറ്റാതെ വരികയും ചെയ്തു. ഈ അടുത്ത കാലത്ത് നോബൽ എക്കണോമിക് നേടിയ അവരുടെ ഒരു സിദ്ധാന്തപ്രകാരം 2 തരം രാജ്യങ്ങളാണുള്ളത്. ഒന്ന് ഒരു ഇൻക്ലൂസീവ് സ്റ്റേറ്റും എക്സ്ട്രാക്റ്റീവ് സ്റ്റേറ്റും. ഈ ഇൻക്ലൂസീവ് സ്റ്റേറ്റിന് മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, അത് മാത്രമേ പുരോഗതിയിലേക്ക് പോകുകയുള്ളൂ, സാമ്പത്തിക പുരോഗതിയിലേക്ക് പോകുകയുള്ളൂ എന്നാണ് അവരുടെ എക്കണോമിക് നോബൽ സമ്മാനത്തിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സാഹചര്യമായിട്ട് തുടർന്ന് വരുമ്പോൾ ആ കാലത്തുണ്ടായൊരു മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം സയൻറ്റിഫിക് റെവല്യൂഷന് ശേഷം നമ്മുടെ കോപ്പർനിക്കസിൻ്റെ ഒരു യുഗം, പിന്നെ ഡാർവിൻ്റെ യുഗം, ഇതൊന്നും ഗാന്ധിജിക്ക് ബാധകമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് മാത്രമായിരുന്നു, തൻ്റെ മനസാക്ഷിയോട് മാത്രമേ തനിക്ക് ബാധ്യതയുള്ളൂ എന്ന് പറഞ്ഞുള്ളതാണ്. അങ്ങനെ നമ്മുടെ മനസാക്ഷിയോടല്ല, ലോകത്ത് വരുന്ന റാഷണലായിട്ടുള്ള ഒരു കളക്റ്റീവ് റാഷണലിസം ഉണ്ട്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവേദനം ചെയ്ത് സത്യത്തെ കണ്ടെത്തുന്നൊരു ധാരയുണ്ട്. ഇതിനെ ഗാന്ധി പൂർണ്ണമായിട്ട് തിരസ്കരിച്ചു. അപ്പോൾ മാർക്സിസത്തിനും ഇതിന് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ അക്കാലത്ത് ഈ ലോകത്തിലുണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനോദയ, ഒരു ശാസ്ത്ര വിപ്ലവമാണ്. ഒരു യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ വരവാണ്. ഈ യൂറോപ്യൻ ജ്ഞാനോദയത്തെ അംബേദ്കർ ഏറ്റെടുത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആയിട്ട് മാറ്റുന്നു. അപ്പോൾ അംബേദ്കർ ഈ ഒരു സയൻറ്റിഫിക് ടെമ്പറിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ശ്യാംകുമാർ തന്നെ അടുത്ത കാലത്ത് എഴുതിയ ഒരു വാചകമാണ്: ഇന്ത്യൻ സമൂഹത്തെ വിമർശന വിധേയമാക്കാൻ ഡോക്ടർ BR അംബേദ്കർ നീതിയെ ഒരു മാനദണ്ഡമാക്കി. സയൻസിക ചിന്താ പദ്ധതികളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ആധുനിക നീതിബോധ്യങ്ങളും സാമൂഹ്യശാസ്ത്ര ചരിത്രബോധ്യങ്ങളുമാണ് അംബേദ്കറെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ തുറന്നു കാട്ടുവാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രശസ്ത ചിന്തകനായ സണ്ണി കബിക്കാട് ഇങ്ങനെ പറയുന്നുണ്ട്: ഡോക്ടർ BR അംബേദ്കറുടെ വിജ്ഞാനത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്നത് യൂറോപ്യൻ ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട തിരിച്ചറിവുകളാണ്. അദ്ദേഹം കോട്ട് ചെയ്ത ഇന്ത്യൻ ചിന്തകർ വളരെ കുറവാണ്. യൂറോപ്യൻ ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട് യുക്തിയിൽ അധിഷ്ഠിതമായൊരു രീതിശാസ്ത്രമാണ് അംബേദ്കറിന് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അംബേദ്കർ ഇന്ത്യൻ സമൂഹത്തെ വിശകലനം ചെയ്യാൻ ഉപയോഗിച്ച ഒരു രീതി നീതിയാണ്. അതുവരെ നമുക്ക് അപ്രാപ്യമായ ഒന്നാണ്. ആ നീതിയെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം.
അതായത് നമ്മുടെ കേരളത്തിൽ 1860-കളിലോ മറ്റോ ഈ ഊഴിയമേല എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. ഊഴിയമേല എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയും പണി ചെയ്യണം. കീഴാള സമൂഹത്തിൽപ്പെട്ട അടിമകൾ ഞായറാഴ്ചയും വർക്ക് ചെയ്യണം, ഞായറാഴ്ചയും പണി ചെയ്യണം. അപ്പോൾ അക്കാലത്ത് മറ്റേ നമ്മുടെ ക്രിസ്തുമതം കടന്നു വന്നിട്ട് കുറച്ച് പേരെ പള്ളിയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു ഉത്തരവിറക്കി, ഗവൺമെൻറ് ഉത്തരവിറക്കി, ഈ പള്ളിയിൽ ചേർന്നവർ ഞായറാഴ്ച പണിക്ക് പോകേണ്ടതില്ല. അപ്പോൾ അന്ന് അരുളാനന്ദം എന്ന് പറയുന്നയാൾ പണിക്ക് പോകാതെ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു സവർണ മേധാവി തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നുണ്ട്, ക്രൂരമായ മർദ്ദനം. അപ്പോൾ ഈ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഒരു വക്കീലായ ജോൺസ് എന്ന് പറയുന്ന ആൾ ഈ കേസ് ഏറ്റെടുത്ത് കോടതിയിൽ വരുന്നു. കോടതി ഈ സവർണ മേധാവിക്കെതിരെ ശിക്ഷ വിധിക്കുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കാരണം കോടതി നടപടികളിലേക്ക് പോകാൻ അദ്ദേഹത്തിൻ്റെ പ്രിവിലേജ് സമ്മതിക്കുന്നില്ല. അത്ര ദുരഭിമാനം മൂത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ 10,000-2000 വർഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നീതി എന്താണെന്ന് ഒരു സമൂഹം മനസ്സിലാക്കുന്നത്. അതുവരെ നമുക്ക് ഹൈറാർക്കിക്കലായുള്ള ഒരു സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നീതി നടപ്പിലാക്കിയ ഒരു സംവിധാനം യൂറോപ്യൻ ജ്ഞാനോദയത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അത് സ്വീകരിച്ചാണ് അംബേദ്കർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി ഇവിടെ സൃഷ്ടിച്ച് ഭരണഘടനയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഇദ്ദേഹം എഴുതിയ സെൻറ്റൻസും വെച്ചിട്ട് അംബേദ്കർ ഒരു യുക്തിചിന്തകനായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ സൂചിപ്പിച്ച 1-2 വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് അതിലേക്ക് വരാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊന്ന്, ഹരീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധി തൻ്റെ മനസാക്ഷിയുടെ വിധേയനായിരുന്നു. നമ്മളും പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു കഴിയുമ്പോൾ ഉത്തരം കിട്ടും. മനസാക്ഷിക്ക് വിധേയപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നൊരു സമീപനം. ഇന്ത്യയെ സംബന്ധിച്ച് മനസാക്ഷി ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ സൈക്കി എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ മനസാക്ഷിയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടേതായ ഒരു മനസാക്ഷിയുണ്ട്, അങ്ങനെ ഒരു മനസാക്ഷിയില്ല. ഇന്ത്യയിലെ മനസാക്ഷി സമ്പൂർണ്ണമായി ശ്രേണീകൃത ബ്രാഹ്മണ്യത്തിന് വിധേയപ്പെട്ട ഒരു മനസാക്ഷി ബോധ്യമാണ് പൊതുവെ ഉള്ളത്. അതുകൊണ്ടാണ് അയിത്തത്തെ എതിർക്കുമ്പോഴും തൊട്ടുകൂടായ്മയെ എതിർക്കുമ്പോഴും ഗാന്ധി വർണ്ണാശ്രമധർമ്മത്തെ അതിശക്തമായി അതിനുവേണ്ടി വാദിക്കുകയും നിലക്കൊള്ളുകയും ചെയ്ത ആളാണ്. മരിക്കുന്നത് വരെ ഗാന്ധി വർണ്ണാശ്രമ വ്യവസ്ഥയെ തള്ളിക്കളഞ്ഞിരുന്നില്ല. ശിവഗിരിയിൽ വന്ന് പ്രസംഗിക്കുമ്പോഴും കൂർക്കഞ്ചേരിയിൽ ഈഴവര് ഒരു പുരസ്കാരം കൊടുത്ത് ഗാന്ധിയെ ആദരിക്കുന്ന സന്ദർഭത്തിലും വർണ്ണാശ്രമ നിയമം സനാതനമാണെന്നും അത് നല്ലൊരു സാമ്പത്തിക വ്യവസ്ഥയാണെന്നും സനാതനമാണെന്നും കേരളത്തിൽ വന്ന് ഈഴവരോട് പ്രസംഗിച്ച ആളാണ് ഗാന്ധി. ഗാന്ധി കാസ്റ്റ് മസ്റ്റ് ഗോ എന്ന് പറയുന്നൊരു പ്രബന്ധം എഴുതി 35. കേരളത്തിലെ പുരോഗമനകാരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എനിക്ക് തോന്നുന്നില്ല അവർ ഈ പ്രബന്ധം വായിച്ചിട്ടുണ്ടെന്ന്. അവർ വായിച്ചിട്ടുള്ള അതിൻ്റെ ടൈറ്റിൽ മാത്രമാണ്, കാസ്റ്റ് മസ്റ്റ് ഗോ. ആ ടൈറ്റിൽ കണ്ടപ്പോൾ പുരോഗമന പ്രബന്ധകാരികൾ എത്തിച്ചേർന്ന നിഗമനം ജാതി പോകണമെന്ന് ഗാന്ധി പറഞ്ഞു എന്നാണ് അവർ തെറ്റിദ്ധരിച്ച്. അവർ ആ പ്രബന്ധം വായിച്ചിട്ടില്ല. ആ പ്രബന്ധത്തിൻ്റെ ആദ്യത്തെ വരിയിൽ പറയുന്നത്, ഐ ബിലീവ് ഇൻ വർണ്ണാശ്രമ ധർമ്മ ഫ്രം ദ വേദാസ് എന്നാണ് ഗാന്ധി കാസ്റ്റ് മസ്റ്റ് ഗോയുടെ പ്രബന്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയും. ഞാൻ വേദങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വർണ്ണാശ്രമധർമ്മത്തിൽ അഗാധമായി വിശ്വസിക്കുന്നു എന്ന് 35 ഗാന്ധി എഴുതി. 36 ഡോക്ടർ ബി ആർ അംബേദ്കർ അനൈലേഷൻ ഓഫ് കാസ്റ്റ് എഴുതിയപ്പോൾ അതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദുക്കൾക്കൊരു രാഷ്ട്രീയ ഭാരമാണെന്നും ഹിന്ദുക്കളുടെ ശത്രുവാണെന്നും പറയുവാനും ഗാന്ധി മടിച്ചില്ല. ഇതായിരുന്നു ഗാന്ധി അംബേദ്കറും തമ്മിലുള്ള ചിന്താലോകത്തിൻ്റെ വ്യത്യാസം. പൊതുവെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴുള്ള കേരളത്തിൻ്റെ ഒരു സന്ദർഭത്തിലുള്ള കാര്യം എന്ന് വെച്ചാൽ, ഹിന്ദുത്വം വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിയെ അംബേദ്കറെ ഇങ്ങനെ മുഖാമുഖം നിർത്താമോ? അങ്ങനെ മുഖാമുഖം നിർത്തിയാൽ ചില പ്രശ്നങ്ങളില്ലേ? എൻ്റെ പോയിൻ്റ്, അത്തരം കാര്യങ്ങളിലെ സൂക്ഷ്മ രാഷ്ട്രീയത്തെ വിശകലന വിധേയമാക്കാതെ ഗാന്ധിയെ അംബേദ്കറെയും സമീപിക്കുന്ന നിലപാട് ആത്യന്തികമായി ബ്രാഹ്മണ്യത്തിന് ഗുണകരമായി മാത്രമേ ഭവിക്കുകയുള്ളൂ. കാരണം ഗാന്ധി ജാതി വ്യവസ്ഥയുടെ മൂല്യത്തെ പരിപാലിക്കുകയും ഇഷ്ടപ്പെടുകയും നിലനിർത്തണമെന്ന് കരുതിയ ഒരാളാണ്. മുൽക്ക് രാജ് ആനന്ദുമായിട്ടുള്ള സംഭാഷണത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, ഈ പാവപ്പെട്ട ആളുകളെല്ലാം ഗാന്ധിയെ വിശ്വസിക്കുന്നു, പക്ഷേ അദ്ദേഹം
അദ്ദേഹത്തിന് പ്രേമം മുഴുവൻ ഈ വർണ്ണാശ്രമത്തിന് പുറത്തായ ജനങ്ങളെ കൂടുതൽ അടിമപ്പെടുത്തുന്ന ഗീതയിലാണ് ഗാന്ധിയുടെ വിശ്വാസം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ 50കളിൽ തന്നെ മുൽക്ക് രാജാനന്ദിനോട് പറയുന്നുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഗാന്ധിക്ക് ഇന്ത്യയിലെ വർണ്ണാശ്രമ ജാതി മൂല്യങ്ങളോടാണ് പ്രേമമുണ്ടായിരുന്നതെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ വേദേതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങളുടെ മൂല്യവ്യവസ്ഥയെ സമ്പൂർണ്ണമായി വിച്ഛേദിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്ര മൂല്യങ്ങളും ആശയവ്യവസ്ഥയുമാണ് ഡോക്ടർ ബി ആർ അനുകൂലിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞു, ഹിന്ദുമതത്തിൻ്റെ സാഹിത്യ പാരമ്പര്യങ്ങളെ പരിശോധിക്കുവാൻ ഞാൻ സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും പരിശോധിക്കാൻ ഞാൻ സാഹോദര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഇന്ത്യൻ മൂല്യങ്ങളെ പരിശോധിക്കുവാൻ ഞാൻ സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഇങ്ങനെ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യവും മാനദണ്ഡമാക്കിക്കൊണ്ട് ഇതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഇതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങൾ ഇന്ത്യയിലെ മനുഷ്യരെ സമ്പൂർണ്ണമായി നിഷ്കാസിതരാക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്ന ഹിംസാത്മക ജ്ഞാനവ്യവസ്ഥയും ജ്ഞാനമൂല്യവുമാണ് സംവഹിക്കുന്നതെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചു. അദ്ദേഹം അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ എഴുതി, ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം, വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഈ ആശയം എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്? കാരണം ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്ന് പറയുന്ന ശ്രേണീകൃതമായ ബ്രാഹ്മണ്യ വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന പുരുഷസൂക്തമുള്ളത് വേദത്തിലാണ്. ഈ പുരുഷസൂക്തം അനുസരിച്ചാണ് മനുഷ്യർ നിലക്കൊള്ളേണ്ടതെന്നും മനുഷ്യർ ജീവിക്കേണ്ടതെന്നും ശൂദ്രന് കാൽപാദം പോലെയുള്ള സ്ഥാനം മാത്രമേ സമൂഹത്തിലുള്ളൂ എന്നുമാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത്. ഈ ഭാഗവത പുരാണമാണ് 7 ദിവസം ഇരുന്ന് വായനയാണ്. അതിൻ്റെ പേര് ഭാഗവത സപ്താഹ യജ്ഞമെന്ന്. ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഇതാണ് വായിക്കുന്നത്. ശൂദ്രൻ്റെ നില എന്നും വളരെ ലോ ആയിരിക്കണം എന്ന് പറയുന്ന പുസ്തകം 7 ദിവസം ഇരുന്ന് വായനയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചത് ഈ ജ്ഞാനോദയ ചിന്താ പദ്ധതിയായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. ആധുനികമായ ലോകബോധ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒന്നല്ല, ഇന്ത്യക്ക് അനുഭവവേദ്യമായിരുന്ന ഒന്നല്ല സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും. നിങ്ങൾ ഏത് വേദം എടുത്ത് പരിശോധിക്കൂ, ഋഗ്വേദത്തിൽ സമത്വത്തെപ്പറ്റി പറയുന്നുണ്ടോ? സാഹോദര്യത്തെപ്പറ്റി പറയുന്നുണ്ടോ? സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നുണ്ടോ? നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാ പറയുന്നത് മനുസ്മൃതിയിൽ. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല. നാതിചരേത് ഭർത്താരം, അവർ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ല എന്ന് പറയുന്ന മനുസ്മൃതിയുടെ തത്വശാസ്ത്രത്തിൽ എവിടാ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉള്ളത്? മനുസ്മൃതിയിലെ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വാംശീകരിച്ചില്ല എന്നുള്ളതായിരുന്നു സവർക്കറുടെ ദുഃഖം. അതായത് പറയുകയും ചെയ്തു. അപ്പം അംബേദ്കറിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആധുനികമായ രാഷ്ട്രീയ നീതിയുടെയും വെളിച്ചം എവിടെ നിന്നാണ് വന്നത്? അത് ഇന്ത്യയിൽ നിന്നല്ല, അത് ബുദ്ധനിൽ നിന്നാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 ആശയങ്ങൾ എൻ്റെ മാസ്റ്ററായ ബുദ്ധനിൽ നിന്നാണ് ഞാൻ സ്വാംശീകരിച്ചത്, കണ്ടെടുത്തത് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന സന്ദർഭത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട്, ചരിത്രവൽക്കരിച്ചുകൊണ്ട് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ അവരുടെ പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ആധുനിക ഇന്ത്യയെ ഒരു ജനാധിപത്യ സമൂഹമായി പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ജനാധിപത്യ ബുദ്ധനെ കണ്ടെടുക്കുകയായിരുന്നു എന്ന് മീരാനന്ദ പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക്വേർഡിൽ പറയുന്നു. അങ്ങനൊരു ബുദ്ധൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. അങ്ങനൊരു ബുദ്ധൻ ഇല്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. പക്ഷേ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി, ഇന്ത്യ ഒരു ജനാധിപത്യം രാജ്യമാക്കുന്നതിന് വേണ്ടി അംബേദ്കർ ഒരു ദവയൻ ബുദ്ധനെ സൃഷ്ടിച്ചു എന്ന് മീരാനന്ദ പറഞ്ഞു വെക്കുന്നു. എന്താണ് ഈ ദവയൻ ബുദ്ധൻ്റെ പ്രത്യേകത? എന്താണ് ദവയൻ ഫിലോസഫി? ഈ ദവയൻ ഫിലോസഫി എന്ന് പറയുന്നത്
സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ നീതി സങ്കല്പങ്ങളാണ് ദവയൻ ഫിലോസഫിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് മീരാനന്ദ പറഞ്ഞു, അംബേദ്കർ കണ്ടെടുത്ത ബുദ്ധൻ ആധുനിക ഇന്ത്യക്ക് വേണ്ടുന്നൊരു ബുദ്ധനായിരുന്നു. ആ ബുദ്ധനെ നമ്മൾ ചരിത്രത്തിൽ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ബുദ്ധൻ ചരിത്രത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. പക്ഷേ ഇന്ത്യക്കൊരു ജനാധിപത്യ രാഷ്ട്രമാകുന്നതിന് വേണ്ടി ഒരു പുതിയ ബുദ്ധനെ സൃഷ്ടിച്ച് അംബേദ്കർ ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്തത്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ത്രിപിടകങ്ങളെ വായിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 56 ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത സന്ദർഭത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്, ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല. എന്തുകൊണ്ടാണ് അംബേദ്കർ ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല എന്ന് പറയാൻ കാരണം ചാതുർവർണ്ണ്യത്തിൻ്റെ ഹിതാർത്ഥമാണ് തൻ്റെ ജന്മാവതാരമെന്ന് വാൽമീകി രാമായണത്തിൽ രാമനെ പറ്റി പറഞ്ഞു വെക്കുന്നു. ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ടപരാക്രമം, പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതത്തിനു വേണ്ടി ജീവിതം നയിക്കുന്ന രാമനെ പറ്റി വാൽമീകി രാമായണം പറയുന്നു. ഇത് വാൽമീകി രാമായണത്തിൽ അവസാനിച്ചു പോയ ഒന്നല്ല കേട്ടോ. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ തിരുവിതാംകൂറിൽ ഒരു സംസ്കൃത കോളേജ് സ്ഥാപിച്ചപ്പോൾ ആ സംസ്കൃത കോളേജിൽ കുട്ടികൾക്ക് ചരിത്രം പഠിക്കുന്നതിന് വേണ്ടി കേരളവാണിനി എന്നറിയപ്പെടുന്ന വ്യാകരണ പണ്ഡിതൻ AR രാജരാജവർമ്മ സംസ്കൃതത്തിൽ തന്നെ കുട്ടികൾക്ക് ചരിത്രം പഠിക്കുന്നതിന് വേണ്ടി സംസ്കൃതത്തിലൊരു മഹാകാവ്യം രചിച്ചു. ആ മഹാകാവ്യത്തിൻ്റെ പേര് ആംഗല സാമ്രാജ്യം എന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ് രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം. ആ ആംഗല സാമ്രാജ്യത്തിൽ വർമ്മ പറയും, നമ്മുടെ പുതിയ വർമ്മമാരെ ആലോചിക്കുക. ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ, തൻ്റെ വംശാവലി ചരിത്രം പറയുന്ന വർമ്മമാർ ജീവിച്ചിരിക്കുന്ന നാടാണ്. അവരുടെ കവിതയുടെ പേര് ശ്യാമമാധവം എന്നായി പോകുന്നതും യാദൃശ്ചികമല്ല തന്നെ. കാരണം ഈ കൃഷ്ണനെ പറ്റിയാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കൃഷ്ണൻ, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ, നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളി അല്ലായിരുന്നോ എന്ന് സാക്ഷാൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി സഹോദരൻ ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ പിന്നീട് ആർക്കും ധൈര്യം ഉണ്ടായില്ല. കേരളത്തിൽ പിന്നീട് മുഴുവൻ ഗാന്ധി സ്തുതികൾ മാത്രമേ ഉള്ളൂ. ഗാന്ധിയെ അങ്ങനെ നിശ്ചിതമായ വിമർശനത്തിന് വിധേയമാക്കിയ ഒരേ ഒരാൾ മാത്രമേ കേരളത്തിലുള്ളൂ. അത് സാക്ഷാൽ സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയത്തെ നമ്മൾ മറന്നു കളഞ്ഞു. അതുകൊണ്ടാണ് പിന്നീട് പല കവി സുഹൃത്തുക്കളും എൻ്റെ കൃഷ്ണൻ എങ്ങു പോയി, എൻ്റെ കണ്ണൻ എങ്ങു പോയി എന്ന് ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുക. ഞാൻ കവികളുടെ ഒന്നും പേര് പറയുന്നത് നിങ്ങൾക്കറിയാം. കണ്ണനെ അന്വേഷിക്കുക. ഈ കണ്ണൻ എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത്? ഭാഗവത പുരാണത്തിൽ പറയും, ഞാൻ കലിയുഗത്തിൽ അവതരിക്കും. എന്തിനു വേണ്ടിയാണ്? ചാതുർവർണ്ണ്യത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാൻ താൻ അവതരിക്കുമെന്നാണ് ഭാഗവത പുരാണത്തിൽ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്ന. ഈ കൃഷ്ണനെ നോക്കിയിരിക്കുകയാണ് കേരളത്തിലെ കീഴാളരും ദളിതരും പിന്നോക്ക ജാതിക്കാരുമാണെങ്കിൽ അധോഗതിയായിരിക്കും ഫലം. കൃഷ്ണൻ വരുന്നത് നമ്മുടെയൊക്കെ തലയറക്കാൻ. എന്നിട്ട് ബ്രാഹ്മണ്യത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് സാക്ഷാൽ കൃഷ്ണൻ വരാൻ പോകുന്നത്. ഈ സംഗതി മനസ്സിലായാൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് നമുക്ക് വ്യക്തമാക്കും. യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡർ, നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്നതിൻ്റെ അർത്ഥം ചാതുർവർണ്ണ്യ ജാതി ഹിംസയിലൂടെ മനുഷ്യരെ നിത്യഹിംസയ്ക്ക് വിധേയമാക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗുരു പറഞ്ഞു നടരാജഗുരുവിനോട്, നടരാജഗുരു ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയ ആളാണല്ലോ, നിത്യചൈതന്യതയും ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയ ആളാണ്. പക്ഷേ ഗുരു പറഞ്ഞു ഒരിക്കൽ നടരാജഗുരുവിനോട്, ഗീത എഴുതിയ കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം, ഗീത എഴുതിയ കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന് വളരെ വ്യക്തമായി ഗുരു പറഞ്ഞു വെച്ചു. ഇത്രയും ഇത് വിശദമാക്കാൻ കാരണം നാരായണ ഗുരുവിനെയും അംബേദ്കറെയും ഒക്കെ നയിച്ചൊരു ചിന്താ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ആധുനികമായ ലോകബോധ്യത്തിലും ആധുനികമായ രാഷ്ട്രീയ നൈതികതയിലും അടിസ്ഥാനപ്പെട്ട ഒരു ലോകബോധവും ലോകവീക്ഷണവുമാണ് അംബേദ്കറെയും നാരായണ ഗുരുവിനെയും നയിച്ചത്. ആ ലോകബോധ്യമാണ് ഗുരുവിനെ കൊണ്ട് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറയിച്ചത്. കാരണം ആ വിജ്ഞാനത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഈ ജ്ഞാനോദയ ചിന്താ പദ്ധതി ആയതുകൊണ്ടാണ്. ഇന്ത്യക്ക് ആ ജ്ഞാനോദയ ചിന്താ പദ്ധതി തീർത്തും അന്യമായിരുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പം മീരാനന്ദ പറഞ്ഞു വെക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച
ആധുനിക രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് യൂറോപ്യൻ ജ്ഞാനോദയ ചിന്താ പദ്ധതിയാണ് എന്ന് പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക്വേഡിൽ നിരവധി സന്ദർഭങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് മീരാനന്ദ പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം ആ പ്രബന്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മീരാനന്ദ പറയുന്നത്, ഇന്ത്യക്ക് സാംസ്കാരികമായൊരു ഉണർവുണ്ടാകണമെങ്കിൽ, ഇന്ത്യ ഒരു ജനാധിപത്യ സംസ്കാരത്തിലേക്ക് ഇന്ത്യയെ മുന്നോട്ടെടുക്കാൻ കഴിയണമെങ്കിൽ അംബേദ്കറിൻ്റെ ചിന്താ പദ്ധതികളെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഒരേ സമയം പുരോഗമനം പറയുകയും അതേസമയം തന്നെ അംബേദ്കറെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് കിഴക്കാന്തൂക്കായ ഒരു വളരെ താഴേക്ക് ചാടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മലയുടെ മണ്ടയ്ക്ക് കയറി നിന്ന് പ്രസ്താവന ഇറക്കുന്ന പോലെ ഇരിക്കും. അത് ഈ ജനകോടികളെല്ലാം തന്നെ ഈ ചാണകക്കുഴിയിൽ കൊണ്ടുവന്നിടാൻ മാത്രമേ ഉപകാരപ്പെടൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ രാമനെയും രാമൻ്റെ പ്രത്യയശാസ്ത്രത്തെയും കൊണ്ടു നടക്കുന്നവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അംബേദ്കർ മുന്നോട്ട് വെച്ച ഈ ജ്ഞാനോദയ ചിന്താ പദ്ധതിയെ അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ചിന്തയുടെ വെളിച്ചത്തെ ഏറ്റെടുക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വിശദീകരിക്കാനും കഴിയുന്നില്ല. അംബേദ്കർ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും എല്ലാം പരിശോധിച്ചത് ജനാധിപത്യത്തെ ഒരു മാനദണ്ഡമാക്കിയ. പക്ഷേ നിങ്ങൾ മഹാഭാരതത്തിലൂടെ സാംസ്കാരിക പര്യടനം നടത്തുന്ന മുൻഷിമാരുടെ, മലയാളം മുൻഷിമാരുടെ പുസ്തകങ്ങൾ പരിശോധിച്ചാലറിയാം, അവർ ഈ പുസ്തകങ്ങളെല്ലാം മതേതരമായി കെട്ടഴിച്ചു വിടുകയാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ കെട്ടഴിച്ചു വിടുക എന്ന് പറയുന്നത് നമ്മളെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെ കെട്ടഴിച്ചു വിടുക നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ രീതിയിൽ ഈ കെട്ടഴിച്ചു വിടുന്നത്, മതേതരമായി കെട്ടഴിച്ചു വിടൽ ഇന്ത്യക്ക് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട വളരെ വസ്തുനിഷ്ഠമായൊരു സന്ദർഭത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അംബേദ്കർ മുന്നോട്ട് വെച്ച യുക്തിചിന്ത എന്ന് പറയുന്നത്, അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഏതൊരു യുക്തിചിന്തയെ നിഷേധിക്കുന്ന വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും ഡൈനാമിറ്റ് വെച്ച് തകർക്കാൻ അംബേദ്കർ പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥം എന്താണ്? അത് ആധുനികമായ ജനാധിപത്യ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകവീക്ഷണമാണ് അംബേദ്കർ അതിലൂടെ അവതരിപ്പിച്ചത്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെല്ലാം പരിശോധിച്ചാൽ അറിയാം, കേവലമായൊരു സിദ്ധാന്തം അവതരിപ്പിക്കുകയല്ല. ധാരാളം, ഇപ്പോൾ പുരാണങ്ങളെ പറ്റി അദ്ദേഹം പരിശോധിക്കുകയാണെങ്കിൽ, രാമനെ പറ്റി ഒരു വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ, ഉത്തരകാണ്ഡത്തിൽ നിന്ന് കാണ്ഡം ശ്ലോകങ്ങൾ ഉദ്ധരിച്ചാണ് അംബേദ്കർ നിഗമനത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ വെറുതെ ഒരു വാചകം പറയുകയല്ല. അത് വളരെ അടുക്കും ചിട്ടയോടും കൂടി ആ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ച് മഹാഭാരതത്തിൽ ഇത്രാമത്തെ സർഗത്തിലാണ് ഇതെന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഡാറ്റയുടെ ഒരു വലിയ കൂമ്പാരം തന്നെ അംബേദ്കറിൻ്റെ പഠനത്തിലൂടെ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അത്ര വളരെ കൃത്യമായ രീതിയിലുള്ള അടുക്കും ചിട്ടയോടും കൂടി ഗവേഷണ രീതിശാസ്ത്രത്തെ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ജീവിച്ച കാലത്ത് അദ്ദേഹം സ്വാംശീകരിച്ച ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള, പുരാവസ്തുശാസ്ത്രപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അദ്ദേഹം അന്ന് ആർജിച്ച മുഴുവൻ വിജ്ഞാന ശേഖരങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പഠനം നടത്തുന്നത്. ആ പഠനത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ച നിഗമനങ്ങളുടെ എല്ലാം സാധുത തെളിയിക്കപ്പെടുന്നത്. അത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിച്ചവും മിഴിവുമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത്. എം.എൻ. ശ്രീനിവാസനെ പോലെയുള്ളവർ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ എം.എൻ. ശ്രീനിവാസ് ഈ ആശയം അവതരിപ്പിക്കുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഈ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന ആശയത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ വളരെ വ്യക്തമായ സൂചനയുണ്ട്. ഇതങ്ങനെ അദ്ദേഹത്തിന് കിട്ടി. അത് വളരെ ചിട്ടയായ ശാസ്ത്രീയ പഠന പദ്ധതികളിലൂടെയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇത്തരമൊരു ചിന്താ പദ്ധതിയിലേക്ക് എത്തിപ്പെടുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗുരു പറയുമല്ലോ, മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന എന്ന്. ഗുരുവിനെ വ്യാഖ്യാനിക്കുന്ന പിന്തിരിപ്പന്മാരായിട്ടുള്ള ചില ഭക്തശിരോമണികൾ പറയുന്നത് ഇത്തരം ആശയങ്ങൾ വേദങ്ങളിൽ നിന്ന് വന്നതാണെന്നാണ്. പക്ഷേ മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ എന്ന് പറയുന്ന ആശയം, യഥാ ഗവാം ഗോത്വം എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ മനുഷ്യാണ മനുഷ്യത്വം ജാതിഹി, അതുപോലെയാണ് മനുഷ്യർക്ക് മനുഷ്യത്വം എന്ന് ഗുരു പറഞ്ഞു വെച്ചു. ഈ ഒരാശയം നിങ്ങൾ വേദത്തിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും തപസ്സിരുന്ന് ഗവേഷണം നടത്തിയാൽ പോലും ഇത്തരം ഒരു വരി കിട്ടില്ല.
കാരണം മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്ന ഒരു സങ്കല്പം ഭാരതീയ ജ്ഞാന പരമ്പരയ്ക്ക് തീർത്തും അന്യമാണ്. മനുഷ്യരെ ശ്രേണീകരിക്കുകയും മനുഷ്യരെ വെറുപ്പോടെ കാണുകയും മനുഷ്യരെ വിഭജിക്കുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് വിഭജനമൊന്നും ഉണ്ടാക്കിയതല്ല. നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ബ്രിട്ടീഷുകാരുടെ വിഭജിക്കൽ ഭരിക്കൽ എന്ന് പറയുന്ന തന്ത്രം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പഠിച്ചതാണ് ഈ വിഭജിക്കൽ എന്ന് പറയുന്നത്. ബ്രാഹ്മണ്യമാണ് ഈ വിഭജിക്കൽ തന്ത്രം ആവിഷ്കരിച്ചത്. ശ്രേണീകൃതമായി മനുഷ്യരെ തരംതിരിക്കുക മാത്രമല്ല, മനുഷ്യരെ പരസ്പരം ശത്രുവാക്കുകയും മനുഷ്യരെ പരസ്പരം വിദ്വേഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിന് ഉറവിടം വേദങ്ങളാണ്. ശൂദ്രനെ നിങ്ങൾ ഏറ്റവും നികൃഷ്ടമായി കാണണമെന്ന് പഠിപ്പിക്കുകയാണ് വേദങ്ങൾ. മറ്റു മനുഷ്യരെ ഏറ്റവും അപരരായി കാണണമെന്നാണ് ഇന്ത്യയിലെ പുരാണങ്ങളും മഹാഭാരതവും ഉപനിഷത്തും നിങ്ങളെ പഠിപ്പിക്കുന്നത്. സുകുമാർ അഴീക്കോട് തത്വമസി എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ എഴുതി, ശരിയാ. പക്ഷേ ചാന്തോക്യോപനിഷത്തിൽ പറയുന്നത് എന്താണ്? തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് പറയുന്നത് യാഗശാലയിൽ ചണ്ടാളന്മാരെ പ്രവേശിപ്പിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തത്വമസി ആരുടെ തത്വമസിയാണ്? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, രണ്ട് ബ്രാഹ്മണർ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിരുന്ന് വട്ടം കൂടുമ്പോൾ ഞാനും നീ ഒന്നാകുന്നു എന്ന് മുറുക്കി തുപ്പുമ്പോൾ പറയാൻ കൊള്ളാവുന്ന ഒരു വാക്യം എന്നതിൽ കവിഞ്ഞ് തത്വമസിക്ക് ഇന്ത്യയിൽ യാതൊരു പ്രസക്തിയില്ല. ഒരു പ്രസക്തിയില്ലാത്തൊരു വാക്യമാണ് തത്വമസി എന്ന് പറയുന്നത്. ആ തത്വമസി എന്ന് പറയുന്ന വാക്യം നമ്മുടെ സ്വത്വത്തെ നിരാകരിക്കുന്ന, ജനാധിപത്യപരമായി നമ്മുടെ ഐഡന്റിറ്റിയെ നിരാകരിക്കുന്ന, നമ്മളെ ഒന്നുമല്ലാതാക്കുന്ന, നമ്മളെ ശൂന്യരാക്കുന്ന, നമ്മുടെ സത്തയെ ചോർത്തിക്കളയുന്ന, ജനാധിപത്യപരമായ നമ്മുടെ അവകാശങ്ങളെ നീറ്റിപ്പുകച്ചു കളയുന്ന ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് തത്വമസി എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞൊന്നുമല്ല. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ഈ തത്വമസിയും അയമാത്മാ ബ്രഹ്മയെ ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് ജനാധിപത്യ ശരീരമായി മാറിത്തീരാൻ കഴിയില്ല. ജനാധിപത്യത്തിലേക്ക് കുറുക്കു വഴികളില്ല. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് ജനാധിപത്യം. സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന് ഗുരു അരുവിപ്പുറത്തും എഴുതി വെച്ചു. അപ്പം സാഹോദര്യവും ബ്രാഹ്മണ്യവും ഒരിക്കലും ചേരില്ല എന്നുള്ളതാണ്. സാഹോദര്യത്തിൻ്റെ ശത്രുവാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെ ബോംബിട്ട് തകർക്കാതെ ഇന്ത്യയിൽ സാഹോദര്യ ജനാധിപത്യത്തെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടത് ഗാന്ധിയുടെ മനസാക്ഷ്യ ബോധ്യങ്ങളല്ല നമുക്ക് വേണ്ടത്. ഇന്ത്യൻ ജനത സമൂലമായി പരിവർത്തിക്കപ്പെടുന്ന ജനാധിപത്യ ബോധ്യത്തെ എല്ലാവരും ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഗാന്ധിയുടെ സത്യാഗ്രഹ സങ്കല്പം ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സത്യാഗ്രഹ സങ്കല്പത്തെ സംബന്ധിച്ച് ഗാന്ധി പറയുന്നത്, സത്യാഗ്രഹം എന്ന് പറയുന്നത് സവർണറുടെ മനപരിവർത്തനത്തിലൂടെ അവർണർക്ക് കൂടി അവകാശങ്ങൾ കിട്ടുന്ന വ്യവസ്ഥയായി സത്യാഗ്രഹത്തെ ഗാന്ധി കണ്ടു. സവർണറുടെ മനപരിവർത്തനമാണ് എന്ന് ഗാന്ധി കണ്ടു. സവർണറുടെ മനപരിവർത്തനം എന്ന ആശയത്തെ അംബേദ്കറും നാരായണ ഗുരുവും അനുകൂലിച്ചില്ല. അംബേദ്കർ പറഞ്ഞു, ഗാന്ധിയുടെ അഹിംസാത്മകമായ സത്യാഗ്രഹം അവർണരെ സവർണമർദ്ദനത്തിനുള്ള ഉപകരണങ്ങളാക്കുന്നു. സവർണർക്ക് നിഷ്കരുണം മർദ്ദിക്കാൻ അവർണരെ വിട്ടുകൊടുക്കുന്ന ഹിംസാത്മക ശൈലിയോട് തനിക്ക് യോജിപ്പില്ല എന്ന് മഹാസത്യാഗ്രഹ സന്ദർഭത്തിൽ അംബേദ്കർ പറഞ്ഞു. വൈക്കം പോരാട്ടത്തിൻ്റെ സന്ദർഭത്തിൽ നാരായണ ഗുരു ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു വെച്ചു. ഇങ്ങനെ പാവങ്ങൾ വെയിലത്തും മഴയും കൊണ്ട് പട്ടിണിയും കിടന്ന് തല്ലുകൊള്ളുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്ന് ഗുരു പറയുകയും ശക്തമായ ഭാഷയിൽ പറയുകയും, ഗാന്ധി വന്ന സന്ദർഭത്തിൽ അതിനെപ്പറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയ ബിഡ് നാരായണ ഗുരു ഗാന്ധിയൻ സത്യാഗ്രഹ മോഡലിനോട് യോജിക്കുന്നില്ല എന്ന് തൻ്റെ റിപ്പോർട്ടിൽ ബിഡ് എഴുതി വെക്കുകയും ചെയ്തു. അപ്പം ഏതെങ്കിലും മനസാക്ഷി ബോധ്യത്തിലല്ല ജനാധിപത്യ അവകാശങ്ങൾ കുടികൊള്ളുന്നത്. ജനാധിപത്യ അവകാശങ്ങൾ മനസാക്ഷിയുടെ ചിന്തയ്ക്കല്ല വിധേയം, അത് സാഹോദര്യത്തിലും സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും വിധേയമാണ് എന്ന് പറയാൻ കാരണം, ഇന്ത്യയെ സംബന്ധിച്ച മനസാക്ഷി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യ സങ്കല്പവുമായി വിധേയപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനുസ്മൃതിയിലെ ആശയങ്ങളുമായിട്ടാണ് നമുക്ക് യോജിപ്പ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരാളുടെ മനസാക്ഷി എന്ന് പറയുന്നത് എപ്പോഴും ബ്രാഹ്മണ്യത്തിൽ ഉപ്പിലിട്ട ഒരു മനസാക്ഷിയായിരിക്കും. അതിന് ജനാധിപത്യവുമായി തരുമ്പും അടുപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിയൻ മനസാക്ഷി ബോധ്യങ്ങളും ഗാന്ധിയൻ സത്യാഗ്രഹ സങ്കല്പങ്ങളും അടിസ്ഥാനപരമായി ജനാധിപത്യത്തെ തകർക്കുന്ന, ജനാധിപത്യത്തിൻ്റെ ആശയങ്ങളുമായി തരുമ്പും ബന്ധമില്ലാത്ത ഒന്നാണ്. കാരണം അതിന് യുക്തിന്ദയുമായി ബന്ധമില്ല, സാഹോദര്യവുമായി ബന്ധമില്ല, ജനാധിപത്യവുമായി ബന്ധമില്ല.
അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയപ്പോൾ അതിന് ഗാന്ധി എഴുതിയ മറുപടി, എനിക്ക് ജാതിയുടെ ഉൽപ്പത്തി ഏതെന്ന് അറിയേണ്ടതില്ല, എൻ്റെ ആത്മീയ വിശപ്പിൻ്റെ സംതൃപ്തിക്ക് ജാതിയെപ്പറ്റി എനിക്ക് അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ഗാന്ധി പറഞ്ഞു വെച്ചത്. ഇങ്ങനെ പറയാൻ ഇന്ത്യയിൽ ഒരു സവർണന് മാത്രമേ കഴിയൂ. ഇന്ത്യയിൽ ഒരു സവർണന് മാത്രമേ കഴിയൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഇന്നലെയോ മിനിഞ്ഞാന്നോ കോഴിക്കോട് സർവകലാശാലയിൽ മാർസിയൻ സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ നടന്നു. കോഴിക്കോട് സർവകലാശാലയിൽ ഒരു ദളിത് സ്റ്റുഡൻറ്റ് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു, സംസാരിച്ചു. ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യമാണ്. ആ പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ പ്രദീപൻ പാമ്പിരിക്കുന്നിനെയും പ്രൊഫസർ സനൽ മോഹനെ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ വാദങ്ങളെ അവതരിപ്പിച്ച ഈ വ്യക്തിയോട് ചില പൂർവ്വകാലത്ത് വൈസ് ചാൻസലർമാരായിരുന്ന ചില പ്രൊഫസർമാർ അതിയായി ക്ഷോഭിക്കുകയും ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഡയസ് വിടേണ്ട സാഹചര്യം ഉണ്ടാക്കി. ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏത് ഭാഗത്താണെങ്കിലും ആ പ്രൊഫസർക്കെതിരെ അട്രോസിറ്റി ആക്ട് അനുസരിച്ച് നടപടി സ്വീകരിച്ച് ജയിലിലടക്കേണ്ട വകുപ്പാണ്. നിങ്ങൾക്ക് പ്രബന്ധത്തോട് എതിരഭിപ്രായം ഉണ്ടാകാം, പക്ഷേ ആ കുട്ടി പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ, ആ ഒരു മുതിർന്ന പൗര പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ അവരെ കരയിച്ചു വിടുന്നതിൻ്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്. ഏതെങ്കിലും വർണ്ണയോ ഇളയിടമോ ആണ് പ്രബന്ധം അവതരിപ്പിക്കുന്നതെങ്കിൽ ഒരു വൈസ് ചാൻസലർമാരും അവർ പറയുന്ന സമ്പൂർണ്ണമായ അബദ്ധമാണെങ്കിൽ പോലും ഒരു വിമർശനം ഉന്നയിക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ചിന്തകളുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. കാലിക്കറ്റിൽ ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസമാണ്. കേരളം അറിഞ്ഞോ ഈ സംഭവം? കേരളം അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഈ സംഭവം കേരളം അറിയാത്തത്? ഇത് നമ്മുടെ സർവകലാശാലയിലെ നിത്യ സംഭവമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ദളിതരെ സർവകലാശാലകളിൽ പ്രവേശിപ്പിക്കാത്തത്? സംവരണം അട്ടിമറിച്ചുകൊണ്ട്. സംവരണം വരുമ്പോൾ ആ സംവരണം ഏത് രീതിയിലും ആ ഒരു സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കിട്ടാത്ത രീതിയിലുള്ള മാനദണ്ഡം കൊണ്ടുവന്ന് അവരെ പുറത്താക്കി ഈ ചിന്ത ഉൾക്കൊള്ളുന്ന ആളുകളെ ഈ നമ്മുടെ മേഖലയിലേക്ക്, അക്കാദമിക മേഖലയിലേക്ക് വരുത്താൻ അനുവദിക്കാത്ത രീതിയിൽ കേരളത്തിൽ അതിശക്തമായ ശൂദ്രലോബി പ്രവർത്തിക്കുന്നുണ്ട്. ആ ശൂദ്രലോബിയുടെ നമുക്കിങ്ങനെ വിളിക്കാം, ശൂദ്രബ്രാഹ്മണ്യ സേവകർ അതിശക്തമായി നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളം വലിയ നമ്പർ 1 പുരോഗമന കേരളമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സാഹിത്യ അക്കാദമിയിൽ, നമ്മുടെ സംഗീത നാടക അക്കാദമിയിൽ എന്തുകൊണ്ടാണ് ഒരു ദളിതൻ, ഒരു ആദിവാസി എന്തുകൊണ്ട് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയാകുന്നില്ല? കാരണം വളരെ വ്യക്തമാണ്. നവോത്ഥാനത്തിൻ്റെ വസ്ത്രത്തിനുള്ളിൽ പൂണൂലിട്ടവരാണ് നമ്മുടെ കേരളത്തിലുള്ള പുരോഗമനകാരികളിൽ ഭൂരിഭാഗവും എന്നുള്ളതാണ്. അതുകൊണ്ട് അംബേദ്കറിൻ്റെ പ്രത്യയശാസ്ത്രത്തെ, ചിന്താപദ്ധതിയെ, യുക്തിചിന്തയെ മുന്നോട്ടെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ജനാധിപത്യപരമായ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ നീതിയെക്കുറിച്ച് സംസാരിച്ചു. ഈ മനുഷ്യ അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട 2 മേഖലയാണ് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള അന്വേഷണം. ഈ നീതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ആണ് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, അതായത് നിലനിൽക്കുന്ന സോഷ്യൽ മൊറാലിറ്റി ആയിരുന്നു ഇന്ത്യയിലുള്ളത്. അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആയിട്ട് അംബേദ്കർ പരിവർത്തനപ്പെടുത്തി. അതൊരു സയൻസിൻ്റെ കടന്നുവരവോടെയാണ്. പക്ഷേ സയൻസ് ഇവിടെ കടന്നു വരുമ്പോൾ തന്നെ അത് അവകാശപ്പെടുത്തുന്നത് ഇവിടുത്തെ സവർണ സമൂഹമാണ്. അപ്പോൾ ഈ സവർണ സമൂഹത്തിലെ ഉദാര പുരുഷന്മാർ ഈ സയൻസ് കൈവശപ്പെടുത്തുകയും അതിൻ്റെ സയൻറ്റിഫിക് ടെമ്പർ ഉപേക്ഷിക്കുകയും ചെയ്യും. സയൻസിൻ്റെ ഒരു ഉപകരണപരതയോ അല്ലെങ്കിൽ സയൻസിനെ കുറിച്ച് നിരന്തരം സംസാരിക്കുകയോ ചെയ്യുമ്പോഴും സയൻറ്റിഫിക് ടെമ്പർ ഉപേക്ഷിക്കും. അതേസമയം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഇത് രണ്ടും വേണം. ഒന്ന് സത്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സയൻസ് വരുന്നത്. നീതിയോ തന്നെങ്കിലും നീതിയുടെ തുടർച്ചയായിട്ട് നമുക്ക് പറയാവുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ്. ഈ സാമൂഹ്യ ധാർമ്മികതയെ മാറ്റിമറിക്കുന്ന ഒരു ഭരണഘടനാ ധാർമ്മികതയാണ് തുടർച്ചയായിട്ട് വരുന്നത്. ഇത് രണ്ടും സയൻസിൻ്റെ സംഭാവനയാണ്. അപ്പോൾ അത് 2 തരം അന്വേഷണത്തിലൂടെ വരുന്നത്. ഒന്ന് സത്യത്തിൻ്റെ അന്വേഷണത്തിലൂടെയും ഒന്ന് നീതിയുടെ അന്വേഷണത്തിലൂടെയും. അപ്പോൾ ഇന്ത്യയിൽ സയൻസ് കടന്നു വരുമ്പോൾ അത് കൈവശപ്പെടുത്തുന്ന ഈ സവർണ ഉദാര പുരുഷന്മാർ പുരോഗമനവാദികളായി നടിക്കുകയും പക്ഷേ ആ സയൻറ്റിഫിക് ടെമ്പർ ഉപേക്ഷിക്കുകയും ചെയ്യും. നമ്മൾ കേരളത്തിലെ സമീപകാല ഉദാഹരണം 2 പേരാണ്. ഒന്ന് രവിചന്ദ്രനും സുനിൽ പി ഇളയിടവുമാണ്. രവിചന്ദ്രൻ പലപ്പോഴും ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഈ ഭഗവത്ഗീത പക്ക എത്തീസമാണ്. അതിൻ്റെ സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവത്ഗീതയിൽ പറയുന്നത് പ്രകൃതിയെക്കുറിച്ചാണ്. പ്രകൃതി ഇങ്ങനെയാണ്, ചാതുർവർണ്ണയമാണ്. ആ ചാതുർവർണ്ണയാണ് പക്ക എത്തീസം എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ സവർക്കറെ കൊണ്ടുവരിക, ഗോൾവർക്കറെ ന്യായീകരിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തികൾ. സുനിൽ പി ഇളയിടമാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിലുണ്ടായ സയൻസ്
സമൂഹത്തെ യുക്തിപരമായി സമീപിച്ചത് കൊണ്ടാണ് ദുരന്തം ഉണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത്. സയൻസ് സമൂഹത്തെ യുക്തിപരമായി സമീപിച്ചുകൊണ്ടാണ് ദുരന്തം ഉണ്ടായെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സവർണ സമൂഹം ഒരിക്കലും സയൻറ്റിഫിക് ടെമ്പറേയും സ്വീകരിക്കില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയെ സ്വീകരിക്കില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി പക്ഷേ ഒരു കീഴാള ജനതയുടെ ബാധ്യതയായി തീരുന്നുണ്ട്. അവർ സമരം ചെയ്ത് വേണം ഇത് നേടാനെന്നുള്ള അതൊരു ഘട്ടം വരെ നമ്മൾ അംബേദ്കറിലൂടെയും ഫൂലെയുടെയും ശ്രീനാരായണ ഗുരുവിലൂടെയും സഹോദരൻ അയ്യപ്പനുടെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി ഒരു കീഴാള സമൂഹത്തിൻ്റെ ബാധ്യതയായിരിക്കുമ്പോഴും സയൻസിനെ അവർ ഏറ്റെടുക്കുന്നില്ല എന്നൊരു കുറ്റാരോപണമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് രണ്ടും കൂടെ ഒരു കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് സഹോദരൻ അയ്യപ്പൻ ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് സയൻസിന് കൈതൊഴുന്നു ഞാനെന്നാണെന്ന് പറഞ്ഞത്. പിന്നൊരു ചലനം ഉണ്ടായത് രോഹിത് വെമുലയിലാണ്. എനിക്ക് കാൾ സാഗനെ പോലെ ആയിത്തീരണമെന്നാണ് രോഹിത് വെമുല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി ഏറ്റെടുക്കുന്ന അതേ ബാധ്യതയോടുകൂടി തന്നെ നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ കൂടെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ സവർണ സമൂഹം ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്നുള്ള അപഹാസ്യകരമായ ഒരു പ്രസ്താവന ഇറക്കാതിരിക്കുകയുള്ളൂ. കാരണം ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കീഴാള സമൂഹം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറയാൻ പാടില്ല എന്നൊരു ജാള്യത ഉണ്ടാകണമെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയും സയൻറ്റിഫിക് ടെമ്പറും ഒരുമിച്ച് ഏറ്റെടുക്കണം. ഞാനിത് പറഞ്ഞു വരുന്നത് ഒരു മാനിഫെസ്റ്റ് ഇമേജിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അതായത് നമ്മുടെ പ്രത്യക്ഷത്തിലൂടെ അറിയാവുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. സയൻസ് വന്നിട്ടാണ് ഇതിന് മാറ്റം മറിക്കുന്നത്, ഒരു സയൻറ്റിഫിക് ഇമേജ് ഉണ്ടാകുന്നത്. എന്നിട്ടും നമ്മുടെ സാംസ്കാരിക ബന്ധങ്ങളെ അട്ടിമറിക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി ഏറ്റെടുക്കുമ്പോൾ ഈ ഒരു സയൻറ്റിഫിക് ടെമ്പറും കൂടെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ഒരു ബാധ്യത നമുക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ ആകമാനവും കേരളത്തിൻ്റെ സവിശേഷ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വിശേഷിച്ചും നമ്മൾ കാണേണ്ട ഒരു കാര്യം, മഹാഭാരതത്തിൽ മതേതരത്വമുണ്ട് എന്ന് പറയുന്നവരും ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്ന് പറയുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടുപേരും ഒരേ വാദത്തിൻ്റെ ഇരു ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ മാത്രമാണ്. രാമൻ വിപ്ലവകാരിയാണ് എന്ന് പറയുന്നവരും പശുവിൻ്റെ ശരീരത്തിൽ എല്ലാ രോഗങ്ങൾക്കുമുള്ള സിദ്ധൌഷധം ഉണ്ടോയെന്ന് പറയുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടും രണ്ട് വാദങ്ങളുടെ ഇരുവശങ്ങൾ മാത്രമാണ്. കാരണം ഈ രണ്ട് കൂട്ടരും ശാസ്ത്രീയ ചിന്താഗതിയെ വെറുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശാസ്ത്രീയ ചിന്താഗതിയെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് മഹാഭാരതം മതേതര ഗ്രന്ഥമാണെന്ന് പറയാൻ കഴിയില്ല. ഭഗവത്ഗീത വലിയ യുക്തിവാദത്തിൻ്റെ വലിയ ടെസ്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ശാസ്ത്രീയ ചിന്താ പദ്ധതിയെ ഏറ്റെടുക്കുന്നെങ്കിൽ ഭഗവത്ഗീതയെയും മഹാഭാരതത്തെയും സമ്പൂർണ്ണമായി പുറന്തള്ളിക്കൊണ്ട് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനെ വീണ്ടെടുത്തുകൊണ്ടോ അതിൽ ചില നല്ല ആശയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ നമുക്കത് ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിനകത്ത് നമ്മൾ കുറച്ച് ആഴത്തിൽ പരിശോധിക്കേണ്ടത്, ഇന്ത്യയിലെ ശാസ്ത്രീയ ചിന്താ പദ്ധതി ഉണർന്നു വന്നതിനൊരു ചരിത്രം കൂടി നമ്മൾ സമഗ്രമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഒരു കാലത്തും ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അവരന്വേഷണത്തെയും യുക്തിചിന്തയെയും ഇന്ത്യൻ ബ്രാഹ്മണ്യം പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ധർമ്മസൂത്രങ്ങളിൽ പറയുന്നത് ചികിത്സ ചെയ്യുന്ന ആയുർവേദ വൈദ്യന്മാരെ വീട്ടിൽ പ്രവേശിപ്പിക്കരുത്, അദ്ദേഹത്തിന് ക്ഷണിച്ചിരുത്തി സദ്യ കൊടുക്കാൻ പാടില്ല, അതിഥിയായിട്ട് അവരെ കരുതാൻ പാടില്ല എന്നാണ് ധർമ്മസൂത്രങ്ങളിൽ വൈദ്യന്മാരെ പറ്റി പറയുന്നത്. വൈദ്യന്മാരെ അടുപ്പിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇത് അന്വേഷണത്തോടും വൈദ്യശാസ്ത്രത്തോടുമുള്ള ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ മനോഭാവം എന്താണെന്ന് തെളിയിക്കുന്നതാണ്. രണ്ട്, ഇന്ത്യയിൽ ആദ്യകാലത്ത് ചില ജ്യോതിശാസ്ത്രപരമായ അന്വേഷണങ്ങളൊക്കെ നടന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ആര്യഭടൻ്റെ ആര്യഭടീയവും സംഗമഗ്രാമമാധവൻ്റെ വേണ്വാരോഹവും ഒക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും സംഗമഗ്രാമമാധവൻ്റെ വേണ്വാരോഹം ഏതെങ്കിലും ഭഗവാനെയും ഭഗവതിയെയും സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്നുള്ള കാര്യം നമ്മൾ പൊതുവെ ചർച്ചയ്ക്ക് വെക്കാറില്ല. അന്വേഷണത്വരയും ശാസ്ത്രീയ ചിന്താ മനോഭാവമുള്ളൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു പ്രത്യേക ദേവൻ്റെ അനുഗ്രഹത്തിലൂടെയാണ് ഈ ശാസ്ത്രീയ ചിന്താ പദ്ധതി ഉരുത്തിരിഞ്ഞ് വന്നത് എന്ന് കരുതാൻ കഴിയുക? ഈ ഒരു പ്രശ്നമുണ്ട് അവിടെ. രണ്ട്, ജ്യോതിശാസ്ത്രത്തിൻ്റെ വികാസം പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾ വേദാംഗ ജ്യോതിഷം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്. പക്ഷേ പിൽക്കാലത്ത് 6-ാം നൂറ്റാണ്ടിലേക്ക് വരാഹമിൻ്റെ ബൃഗൽ സംഹിത പുതിയ എന്ന് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ എല്ലാവിധ അന്ധവിശ്വാസങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക്
പരാമകരുടെ ബൃഹൽ സംഹിതയും ബൃഹജ്ജാതകവും എന്തിനേറെ പറയുന്നു, ബ്രഹ്മഗുപ്തൻ്റെ ഗ്രന്ഥങ്ങൾ പോലും ആ രീതിയിലേക്കാണ് പരിണമിച്ചെത്തിയിട്ടുള്ളത്. കേരളത്തിൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ? കേരളത്തിൽ ഈ ജ്യോതിർഗണതത്തിൻ്റെ പാരമ്പര്യം മുഴുവൻ സമ്പൂർണമായി തമസ്കരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഫലഭാഗ ജ്യോതിഷം വികസിക്കുകയും ഇന്ന് എന്തിനേറെ പറയുന്നു, ദേവപ്രശ്നം നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ അനുപേക്ഷണീയമായ ഭാഗമാക്കി മാറ്റാനും കഴിഞ്ഞു എന്നുള്ളതാണ്. രസകരമായ കാര്യമെന്ന് പറയുന്നത്, ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത്, വാവരെ ശബരിമലയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന് എത്ര തവണ ദേവപ്രശ്നത്തിൽ കണ്ടു എന്നാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ്. ദേവപ്രശ്നത്തിൽ കണ്ടില്ലേ വാവരെ ശബരിമലയിൽ നിന്ന് മാറ്റണമെന്ന്? അയ്യപ്പന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ ദേവപ്രശ്നത്തിൽ എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ഒരു ചാനലിൽ വന്നിരുന്ന് ദേവപ്രശ്നത്തെ ഈ രീതിയിൽ ന്യായീകരിക്കാനും അതൊരു സ്വാഭാവിക വ്യവസ്ഥയാക്കി മാറ്റാനും കഴിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ രീതിയിൽ കേരളീയ സമൂഹം ആകമാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര വലിയ പുരോഗമന വിപ്ലവകാരികളുടെ കല്യാണവും മുഹൂർത്തം നോക്കി കല്യാണം നടത്തുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നാമകരണം, അങ്ങനെ ഏത് ചടങ്ങുകൾ എടുത്ത് നോക്കിയാലും നമ്മുടെ കേരളീയ സമൂഹത്തിലേക്ക് ബ്രാഹ്മണ്യം അങ്ങനെ ഊറി ഊറി ഇറങ്ങുന്നതായിട്ട് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. നമ്മൾ തെയ്യം പോലെയുള്ള കലാരൂപങ്ങൾ പോലും ഒരു കീഴാളമായ ബഹുസ്വരമായ ആശയാടിത്തറയായിട്ട് നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അടുത്തിടെ കണ്ണിയൂരിൽ ഒരു സെമിനാറിന് പോയ അവസരത്തിൽ ഈ നീലിയാർ കോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ തെയ്യം കാണാൻ പോയി. ആ തെയ്യം പറയുന്നത്, ആ തെയ്യം ഒരു സ്ത്രീയെ അനുഗ്രഹിക്കുന്നത്, നീ ശീലാവതിയെ പോലെ ആവട്ടെ എന്നാണ്. തെയ്യം അനുഗ്രഹിക്കുന്നതാണ്, നീ ശീലാവതിയെ പോലെ ആവട്ടെ. എന്താണ് ശീലാവതിയുടെ കഥ? ശീലാവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ കുഷ്ഠരോഗിയായ ഭർത്താവിനെ ശുശ്രൂഷിക്കുക. ഒരു ദിവസം ചോറിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഷ്ഠരോഗിയായ ഭർത്താവിൻ്റെ ഒരു വിരലറ്റ് ചോറിനകത്ത് കിടന്നു. വളരെ ആദരപൂർവ്വം ആ വിരൽ കഷ്ണം മാറ്റിവെച്ചിട്ട് ആ ചോറ് നിവേദ്യം പോലെ ശീലാവതി ഭക്ഷിച്ചു. ഒരു ദിവസം ഭർത്താവ് പറഞ്ഞു, തനിക്ക് വേശ്യാലയത്തിലേക്ക് പോകണം. അങ്ങനെ വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഭർത്താവിൻ്റെ ഇംഗിതമെല്ലാം സാധിപ്പിക്കുന്ന ശീലാവതി, അങ്ങനെ ഭർത്താവിൻ്റെ ഇംഗിതമെല്ലാം സാധിപ്പിച്ച് ശീലാവതിക്ക് പാതിവൃത്യം എന്ന് പറയുന്ന ശക്തി കിട്ടി. അങ്ങനെ ഒരിക്കൽ അവൾ സൂര്യനെ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ് കഥ. പക്ഷേ ഈ കഥ നമ്മൾ 2024 തെയ്യത്തിലൂടെ കേൾക്കുക. ഈ കഥയുടെ കാലം കഴിഞ്ഞില്ല എന്ന് ഞാൻ ആ തെയ്യം കണ്ടുകൊണ്ട് നിന്നപ്പോൾ ഓർത്തു. 2024 ശീലാവതിയുടെ കഥ ബഹുജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ശാസ്ത്രീയ മനോഭാവം, ശാസ്ത്രീയ ചിന്താ പദ്ധതി എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ ഹരീഷ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നൊരു കാര്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന സംഗതി. നമുക്ക് ഭരണഘടനാ ധാർമ്മികതയിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ ശാസ്ത്രീയ ചിന്താഗതി അനിവാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേവലമായി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉണ്ടാവത്തില്ല. അതിന് അംബേദ്കർ പറഞ്ഞതുപോലെ യുക്തിചിന്തയെ നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് പറയുന്ന സംഗതി ഉൾക്കൊള്ളാൻ കഴിയണം. എന്തുകൊണ്ട് അദ്ദേഹം ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് പറഞ്ഞു എന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. ആ ചിന്തയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയണം. ആ ചിന്തയുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിൽ വന്ന സന്ദർഭത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക വ്യവസ്ഥയാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. അത് ജനങ്ങളുടെ സ്വാഭാവിക ബോധ്യമായി, സ്വാഭാവിക നീതിബോധ്യമായി ഭരണഘടനാ ധാർമ്മികത മാറണം. ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് കേവലമായ ഒരു ബോധ്യമല്ല, മറിച്ച് നമ്മുടെ ജനജീവിതത്തിൻ്റെ ദൈനംദിനത്വത്തെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. ഈ ഭരണഘടനാ ധാർമ്മികത നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ടാണ്, ആ ഭരണഘടനാ ധാർമ്മികതയെ നമ്മൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഉപനിഷത്തിലും വേദങ്ങളിലും ഭഗവത്ഗീതയിലും ഒക്കെ തന്നെ വിപ്ലവം തേടി നടക്കുന്നതിന് കാരണം എന്താണ്? നമ്മൾ ഭരണഘടനാ ധാർമ്മികതയെ അല്പം പോലും സ്വാംശീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് രാമൻ വിപ്ലവകാരിയാണെന്ന് ഇപ്പോഴും പറയേണ്ടി വരുന്നത്?
രാമൻ വിപ്ലവകാരിയാണെന്ന് ഇപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നതിന് കാരണം ഭരണഘടന മുന്നോട്ട് വെച്ച ധാർമ്മിക നീതിന്യായ സങ്കല്പങ്ങളിലേക്ക് നമ്മൾ എത്തിയില്ല, എത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അവരെ രാമൻ്റെ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ച് തടയുമെന്നാണ് ഈ രാമനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന വിപ്ലവകാരികൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയം, ആ ഭരണഘടനാ ധാർമ്മികതയുടെ ആശയം നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ രാമനെയും കൃഷ്ണനെയും ഉപേക്ഷിക്കാതെ ഇന്ത്യയിൽ ഭരണഘടനാ ധാർമ്മികത പുലരാൻ പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നാരായണ ഗുരുസ്വാമികൾ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. രാമനൊരു മതം, കൃഷ്ണനൊരു മതം, രാമകൃഷ്ണന് മറ്റൊരു മതം എന്ന് പറയുന്നുണ്ട്. പക്ഷേ രാമൻ്റെ പ്രത്യയശാസ്ത്രം ഓരോ മനുഷ്യർക്കും വ്യത്യസ്ത വിശ്വാസങ്ങളിൽ പുലരാനും വ്യത്യസ്തമായ ചിന്താപദ്ധതികൾ കൊണ്ടു നടക്കാനും രാമൻ്റെ പ്രത്യയശാസ്ത്രം നമ്മളെ അനുവദിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണല്ലോ ഞാൻ നിരന്തരം പറയാറുള്ള കാര്യം, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സന്ധ്യയ്ക്ക് ചൊല്ലുന്ന രാമനാമം ഉണ്ടല്ലോ, രാമ രാമ പാഹിമ മുകുന്ദ രാമ പാഹിമ. ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമാം. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന പരശുരാമൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർ അടിസ്ഥാനപരമായി ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വ്യവസ്ഥയ്ക്കെതിരാണ്. അടിസ്ഥാനപരമായി ബ്രാഹ്മണർക്ക് ദാനത്തിലൂടെയും ദക്ഷിണയിലൂടെയും വളർന്നു വികസിക്കാൻ ആ രീതിയിൽ പരാന്നഭോജന സംസ്കാരത്തെ വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഇത്തരം രാമാവതാനങ്ങളിൽ ഉള്ളടങ്ങിയിരിക്കുന്നത്. ത്യാഗരാജൻ്റെ ജഗദാനന്ദകാരക എന്ന് വിളിക്കുന്ന ആ പ്രാർത്ഥനത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ഒരു സങ്കല്പമാണ്. ആര്യമകൾ ഒരുമിച്ച് ഒരു കട്ടിലിന്മേൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് കുചേലൻ നടന്നു വരുമ്പോൾ ആ കുചേലനെ കാണുമ്പോൾ കണ്ണീരൊഴുക്കുന്ന കൃഷ്ണൻ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾക്ക് കണ്ണീരൊഴുക്കാത്തതിന് കാരണം ആ കൃഷ്ണനെ ഭരണഘടനാ ധാർമ്മികത നയിച്ചിരുന്നില്ല എന്നതുകൊണ്ടാണ്. സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യം കൃഷ്ണൻ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ദാരിദ്ര്യം അനുഭവിച്ച മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി കൃഷ്ണൻ കരഞ്ഞില്ല. കൃഷ്ണൻ കരഞ്ഞത് ദാരിദ്ര്യം അനുഭവിക്കുന്ന കുചേലൻ്റെ ദുഃഖത്തിന് വേണ്ടി മാത്രമാണ്. ആ കുചേലൻ്റെ ദുഃഖത്തിന് വേണ്ടി മാത്രം കരഞ്ഞവരാണ് EWS സംവരണം പാസ്സാക്കിയത്. അവരെ അലട്ടുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ ദുഃഖം മാത്രമാണ്. ഇന്ത്യയിലെ മർദ്ദിത ജനകോടികളുടെ ദുഃഖവും ദുരിതവും, സ്ത്രീകളുടെ ദുഃഖവും, അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ദുഃഖം അവരെ നയിക്കുന്നില്ല. അവർ ഈ രാമൻ്റെയും കൃഷ്ണൻ്റെയും പാതയിലാണ്. അവരോട് നമ്മൾ ആവശ്യപ്പെടേണ്ടത്, നിങ്ങൾ രാമൻ്റെ പ്രത്യയശാസ്ത്ര പാഠങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ അംബേദ്കർ മുന്നോട്ട് വെച്ച ഭരണഘടനാ ധാർമ്മികതയിലേക്ക്, ജനാധിപത്യ ബോധത്തിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറാകണം എന്നവരോട് ആവശ്യപ്പെടുകയും നമ്മൾ അതിനുവേണ്ടി നിരന്തര പരിവർത്തനത്തിന് തയ്യാറാകുകയും ആത്മപരിഷ്കരണം നടത്തുകയും നമ്മളെ തന്നെ അകമേ നോക്കി നമ്മൾക്ക് വരുന്ന പിഴവുകൾ പരിശോധിക്കാനും ജനാധിപത്യത്തിൻ്റെ മഹത്തായ നീതിബോധ്യങ്ങളിലേക്ക്, ആ പ്രകാശത്തിലേക്ക് പോകുവാനുമുള്ള നിരന്തര പരിശ്രമത്തിൽ നമ്മൾ ഏർപ്പെടുന്നതിലൂടെ മാത്രമേ ഈ സമൂഹത്തെ വലിയ പരിഷ്കരണത്തിന് വിധേയമാക്കാൻ കഴിയൂ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്ന ആശയം ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു ആശയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ വിപുലമായൊരു വിഷയമാണ്. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് എന്തുകൊണ്ട്, ഹിന്ദുമതവും ഹിന്ദുത്വവും ഒന്നാണോ, അദ്വൈതത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വളരെ വിപുലമായൊരു വിഷയമാണ്. നമുക്ക് സമയപരിധി മൂലം ഇവിടെ നിർത്തുകയാണ്. അതോടൊപ്പം ഇതിഹാസങ്ങളുടെ രാഷ്ട്രീയ വായന ശ്യാം സാറിൻ്റെ പുസ്തകമാണ്. ഇത് ഇദ്ദേഹം പറഞ്ഞിട്ടല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. എനിക്കിത് എല്ലാവരും വായിച്ചിരിക്കണമെന്ന് ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഞാനത് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇത് പറ്റിയെല്ലാവരും വായിക്കണം. ഇതിഹാസ പാഠങ്ങളുടെ രാഷ്ട്രീയ വായന.